കോൺട്രാക്ട് കഴിഞ്ഞ് നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലേക്ക് പോവാണ്. സൈൻ ഓഫ് ആയിട്ട് ഷിപ്പിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ബസ്സിലാണ്. നമ്മളധികം കുറച്ചധികം ക്രൂ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ബസ്സിലാണ് ട്രാൻസ്പോർട്ടേഷൻ ഒരുക്കിയിരിക്കുന്നത്. ബസ്സിൽ കയറി നമ്മൾ യൂറോപ്പ് കൺട്രി ആയതുകൊണ്ട് നമുക്ക് ആദ്യം യൂറോപ്പിൽ എക്സിറ്റ് അടിക്കണം. അപ്പോൾ യൂറോപ്പിൽ എക്സിറ്റ് അടിക്കണമെങ്കിൽ എമിഗ്രേഷൻ സെന്ററിൽ പോകണം. അത് നമ്മുടെ പോർട്ടിൽ നമ്മൾ ഷിപ്പ് കിടക്കുന്നതിനും കുറച്ചുകൂടി നീങ്ങിയിട്ടാണ് പോർട്ടിന്റെ ഓഫീസ്. അപ്പോൾ ആദ്യം പോകുന്നത് പോർട്ടിന്റെ ഓഫീസിലേക്കാണ്, എമിഗ്രേഷൻ സെന്ററിലേക്കാണ്. എമിഗ്രേഷൻ സെന്ററിൽ പോയി എക്സിറ്റ് അടിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അത് കാണിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ കയറേണ്ടത്. അപ്പോൾ എയർപോർട്ടിലേക്കുള്ള വഴിയാണ്. എൻ്റെ കൂടെ തന്നെ എൻ്റെ ബാക്കിലിരിക്കുന്നത് സിൻജോ, അത് കണ്ണൂരുകാരനാണ്. കുറെ പ്രകൃതി ഭംഗിയും അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല രസത്തിൽ വെട്ടി വെടുപ്പാക്കി ബുഷൊക്കെ നിൽക്കണ പോലെ നല്ല കറക്റ്റ് വെട്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റോഡെല്ലാം. അധികം തിരക്കൊന്നും കാണാനില്ല. ഡൗൺ ടൗൺ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഇത് ഒരു പോർട്ടിന്റെ സൈഡാണ്. അപ്പോൾ കൂടുതലും ഫിഷിംഗ് ബോട്ടും ഫെറിയും ഒക്കെ നമുക്ക് അവിടെ കാണാം. ഇപ്പൊ നമ്മൾ പോകുന്ന ഈ ഇമിഗ്രേഷൻ സെന്ററിൽ തന്നെ ഒരു ഫെറി സർവീസ് ഉണ്ട്. അപ്പൊ ആ ഫെറി സർവീസിന്റെ ഓഫീസും അവരുടെ സ്റ്റാഫിനൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മള് പോർട്ടിക്ക് എത്തി. പോർട്ട് കെയ്ൻസ് എന്നാണ് ബ്രിട്ടനി ഫെറി സർവീസിന്റെ ഒരു മിനിയേച്ചർ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ബസ്. ഇവിടെ തന്നെ നമുക്ക് ബ്രിട്ടീഷ് ഫ്ലാഗ് കാണാം. ബ്രിട്ടീഷ് ഫ്ലാഗ് വരാനുള്ള ഒരു കാരണമുണ്ട്. അത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഫ്രാൻസിനെ ബ്രിട്ടീഷുകാർ സഹായിച്ചതിന്റെ ഒരു നന്ദി സൂചകമായിട്ട് വെച്ചിട്ടുള്ള ഒരു ശിലയാണത്. ഇതാണ് നമ്മുടെ ബസ്. VDLന്റെ ബസ്സാണ്. ഇതിന്റെ ബാക്ക് ഭാഗം നിന്നും ഉള്ളൊരു വ്യൂ ആണ്. മൾട്ടി ആക്സിൽ ബസ്സാണ്. ഇതിന് 2 ഡോറ് വരുന്നുണ്ട്. ഒന്ന് നടുഭാഗത്തായിട്ടും പിന്നെ ഒന്ന് ഫ്രണ്ടിലായിട്ടും.
ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഫ്രണ്ടിൽ കയറുന്നോടത്ത് തന്നെ മിഠായിയൊക്കെ വെച്ചിട്ടാണ് അപ്പാപ്പൻ ഇരിക്കുന്നത്. ഇതിൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞത് പാസഞ്ചർ സീറ്റ് കുറയാതെ തന്നെ നമുക്കതിൽ ഒരു ചെറിയൊരു വാഷ്റൂം ഉണ്ട്. ഇപ്പോൾ വാഷ്റൂമിൻ്റെ ഡോറാണ് ഞാൻ തുറന്നത്. വാഷ്റൂം നമുക്ക് കാണാം. എമർജൻസി ആയിട്ട് വാഷ്റൂമിൽ പോകേണ്ടവർക്കൊക്കെ നമുക്ക് ഈ ഫെസിലിറ്റി ഉപയോഗിക്കാം. അത് നല്ലൊരു ഉപകാരപ്രദമായൊരു ഫെസിലിറ്റി തന്നെയായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം നമുക്ക് എമർജൻസി ആയിട്ട് വന്നാൽ നമുക്ക് വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യം ബസ്സിൽ തന്നെയുണ്ട്. പോർട്ടിലോട്ടൊരു ഫിഷിങ്ങിൻ്റെ ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ചുറ്റും പക്ഷികൾ ഇങ്ങനെ കൂട്ടം കൂട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു. അതായത് ആ ഫിഷിംഗ് നെറ്റിൽ ഫിഷ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഫിഷ് കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പക്ഷികൾ വരുന്നത്. ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു. ഇനി നമ്മൾ അവിടുന്ന് പോർട്ടിന്ന് എക്സിറ്റ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹൈവേ കയറിയിട്ട് നമ്മൾ റെസ്റ്റിംഗ് ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. റെസ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേന്ന് തന്നെ കുറച്ച് ഒരു ഉള്ളിലോട്ട് കയറി ബസ്സും ട്രക്കും കാറും എല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും വാഷ്റൂമും സ്നാക്സ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ തന്നെയുണ്ട്. അപ്പോൾ കറക്റ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ട് പോലെ അവിടെ കുറേ ബോട്ടുകൾ കാണാം. നമ്മളെ ഹൗസ് ബോട്ടിന്റെ കൺസെപ്റ്റ് തന്നെ വന്നത് വെനീസ് നിന്നാണെന്നാണ് എനിക്കൊരു ധാരണ. അപ്പോൾ അവിടെ നമ്മൾ വെനീസിൽ ഒരുപാട് ഹൗസ് ബോട്ടുകൾ കാണാം അവിടെ. ഇവിടുത്തെ സ്റ്റൈലല്ല, അവിടുത്തെ സ്റ്റൈലിൽ. പിന്നെ അങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ബൈക്കേഴ്സിനെ കാണുന്നത്. നമ്മളെ ബസ്സിന് ചുറ്റും ബൈക്കേഴ്സ്, ഒരുപാട് ബൈക്കേഴ്സ്, അതും ഫുള്ള് ഹൈടെക് ബൈക്കുകൾ. അവര് സൺഡേ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. അപ്പൊ സൺഡേയിൽ അവർ റൈഡിന് ഇറങ്ങിയതാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട്. എല്ലാം മത്സരിച്ചൊന്നല്ല ഓടുന്നത്, എല്ലാം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ഓടുന്നത്. എല്ലാം കൃത്യാകലവും നല്ല ഡീസൻ്റ് ആയിട്ടാണ് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈഫിൽ ടവറിന്റെ അവിടേക്ക് എത്തി. നമ്മൾ ഈഫിൽ ടവറിന്റെ അവിടേക്ക് ഇറങ്ങാൻ പോവാണ്. ആകെ നമുക്കൊരു 15-20 മിനിറ്റ് ആണ് ഈഫിൽ ടവറിലേക്ക് ഇറങ്ങാനുള്ള ഒരു സമയം ഡ്രൈവർ തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ട്രാൻസിറ്റ് ചെയ്യണ സമയം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഈഫിൽ ടവറിന്റെ അവിടെ നിന്ന് ഇറങ്ങി അതൊന്ന് കണ്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു സഹായം ഡ്രൈവർ ചെയ്തതാണ്. അപ്പൊ നമുക്കും ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു ഈഫിൽ ടവറിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, ഈഫിൽ ടവർ കാണുക. അവിടെ ഒരുപാട് ഫങ്ഷൻസും അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്നിട്ട് നമുക്ക് 2-3 ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. കുറച്ച് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഈഫിൽ ടവർ നോക്കി നിന്നു. ഒരുപാട് അടുത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് കാണാൻ പറ്റിയെന്നുള്ള ഒരു ഭാഗ്യം തന്നെ ഉണ്ടായിരുന്നു. ഫ്രാൻസിലെത്തി, ഈഫിൽ ടവറിന്റെ അവിടേക്ക് എത്തി, അത് കണ്ടു. അത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് ഷോർട്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്താണ്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ബസ്സിൽ കയറി എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. എന്തെങ്കിലും കമന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. നമ്മൾ ബസ്സിലേക്ക് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ഫ്ലൈറ്റ് ഉള്ളവരുണ്ട്, അപ്പൊ അവർക്ക് ഡിലേ ആവരുത്. എന്നിട്ട് നമ്മളെത്തിയിട്ടും കുറച്ച് പേരൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്തു. എന്നാലും നമ്മൾ 10 മിനിറ്റ് നമുക്ക് സമയം തന്നപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ ബസ്സിലേക്ക് വേഗം എത്തി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മൾ ബസ്സിലോട്ട് കയറാൻ പോകണം. നമ്മളെ ബസ് നമ്മളെ പാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ബസ് ഇങ്ങനെ റൗണ്ട് അടിക്കും. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി യാത്രയാവണം.